മാൽദീവ്സിലുള്ളവരും ഇനി മാൽദീവ്സിലേക്ക് വരാൻ പോകുന്നവരും ഇനി മാൽദീവ്സിൽ ഇപ്പൊ പുതുതായിട്ട് വന്നവരും എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ടോ ഈ വീഡിയോ ഇടുന്നത്. നമുക്ക് പറ്റിയ ഒരു അബദ്ധം, അന്ന് നമുക്ക് ആ ഒരു സൗകര്യം ഇല്ലായിരുന്നെങ്കിൽ നമ്മളെ പൈസയും പ്ലാനിങ്ങും ഒക്കെ പോവുമായിരുന്നു. അപ്പൊ അതെന്താണെന്നുള്ളതാണ് കേട്ടോ ഈ വീഡിയോയിൽ. അപ്പൊ നമ്മുടെ ഈ യാത്രയിലൂടെ നമുക്കിത് എന്താണെന്നും കൂടി ഞാനിതിൽ പറയാട്ടോ. എന്താണ് ഈ പെട്ടി ഓട്ടോറിക്ഷയിൽ കയറ്റുന്നതെന്നല്ലേ? നിങ്ങൾ കളർഫുൾ ആയിട്ടുള്ള മാൽദീവ്സ് അല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പം അതിൻ്റെ വേറൊരു സൈഡ് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാനും മോളും നാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഹാർബറിലേക്ക് പോകണം. അതിനുള്ള ലഗേജും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനാട്ടോ ഈ വണ്ടി. അപ്പം നമ്മുടെ ഐലൻഡിൽ കാറും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പം നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ലഗേജും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ഈ വണ്ടിയാട്ടോ നമുക്കിവിടെ ആകെ ഉള്ളത് ഐലൻഡിൽ. ഇത് തന്നെ 1, 2, 3 അത്രേ ഉള്ളൂ നമ്മുടെ ഐലൻഡിൽ. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മളും പോവും. നമ്മളെ ഹാർബറിലേക്ക് കൊണ്ടാക്കാൻ വരുന്നവരൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒന്നാമത് നമ്മുടെ റോഡ് നല്ല റോഡായതുകൊണ്ട് അതിൻ്റെ കൂടെ ഈ വണ്ടിയും കൂടി ആയതുകൊണ്ട് തന്നെ നല്ലൊരു വിഷ്വൽ എഫക്റ്റ് ആയിരിക്കും കേട്ടോ ഇതിൻ്റെ അടുത്തുനിന്ന് വീഡിയോ എടുത്താൽ കിട്ടുക. പിന്നെ എൻ്റെ ഫോണും അത്ര വലിയ ക്വാളിറ്റിയിലെ ഫോണും അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഒരു കയ്യിൽ ഫോണും പിടിച്ച് വീഡിയോ എടുക്കൽ ഇച്ചിരി റിസ്ക് ഉള്ള പരിപാടിയാണ് ഈ വണ്ടിയിൽ. അപ്പോൾ ആ കാണുന്ന വീഡിയോ ആട്ടോ ഇതൊരു 3-ാം തീയതി ആട്ടോ. 3-ാം തീയതി ഏകദേശം രാത്രി 10 മണി ആയിട്ടുണ്ടാവും. 10 മണിക്കാണ് നമ്മുടെ ഹാർബറിൽ നിന്നുള്ള വണ്ടി ഉള്ളത്. അപ്പോൾ അതിന് മുന്നേ ഉള്ള ടൈം ആട്ടോ ഇത്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് രാത്രി ഇറങ്ങിയെന്നുള്ളത് ഒരു വലിയ കഥയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ രാവിലെയാണ്. അപ്പോൾ രാവിലെ ഉച്ചയൊക്കെ ടൈമൊക്കെയാണ് ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ മാലയിലേക്ക് ഉള്ളത്. അപ്പം നമ്മൾ എന്തുകൊണ്ട് ഈ രാത്രി ഇറങ്ങി, അപ്പം രാത്രി നമ്മൾ ഏതിലാണ് പോകുന്നത്, അതൊക്കെ നമുക്കിനി വഴിയെ കാണാം. ഇതാണ് ബോണസ്. അപ്പോൾ എന്താണ് ബോണസ് എന്നുള്ളത് ആദ്യം പരിചയപ്പെടുത്തി തരട്ടെ. അപ്പം നമ്മുടെ ഐലൻഡിലേക്ക് കടകളിലേക്കും ഒക്കെ ആയിട്ട് സാധനങ്ങളൊക്കെ വരുമല്ലോ. മാലയെന്നാട്ടോ വരിക. അപ്പം മാലയിൽ നിന്ന് ഇങ്ങോട്ട് സാധനങ്ങളും അതുപോലെ ഇവിടുന്ന് മാലയിലേക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ഒരു വണ്ടിയാണ് കേട്ടോ ഈ ബോണസ്. അതായത് ഒരു വലിയൊരു ബോട്ടാട്ടോ. അപ്പം ഇതിൻ്റെ അകത്ത് ലഗേജും കാര്യങ്ങളൊക്കെ പോകുന്നത് ഇതിൻ്റെ അകത്താണ്. ഇത് മാലയിലേക്ക് പോകാനുള്ള പക്ഷികളൊക്കെ ആട്ടോ. അതുപോലെ കുറേ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇങ്ങോട്ടാണെങ്കിൽ ഒത്തിരി ഉണ്ടാവും. ഇതിപ്പോൾ മാലയിലേക്ക് ആയതുകൊണ്ട് കുറച്ച് ലഗേജൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ മുകളിലൊരു പ്ലാറ്റ്ഫോം കണ്ടോ, ഒരു വൈറ്റ് കളറിൽ. ഇത് നിങ്ങൾ നോക്കി വെച്ചോ. ഞാൻ പിന്നെ എന്താണെന്ന് പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ താഴെയുള്ള ഒരു ഏരിയ ആണ് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ വെക്കുന്ന സ്ഥലം. അതായത് ലഗേജൊക്കെ വെക്കുന്ന സ്ഥലം ഇതാട്ടോ. അതൊരു വലിയൊരു ഏരിയ ആണ്. ഒരുപാട് സാധനങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടാവും. അത് മലയിൽ നിന്ന് ഇങ്ങോട്ടാണെങ്കിൽ ഓൾമോസ്റ്റ് അത് ഫുള്ളായിരിക്കും. ഇത് അങ്ങോട്ടുള്ളതായതുകൊണ്ടാട്ടോ അധികം സാധനം ഇല്ലാത്തത്. മുകളിലോട്ടൊരു കോണിപ്പടി ഉണ്ട്. അതായത് മുകളിലൊരു ടെറസ് പോലുള്ളൊരു ഏരിയ ഉണ്ട്. അവിടെയാണ് ക്യാബിനൊക്കെ ഉള്ളത്. വണ്ടി ഓടിക്കുന്നവരുടെ സ്ഥലമൊക്കെ ഉള്ളത് മുകളിലാട്ടോ. അത് ഞാൻ പിന്നെ പകലുള്ളപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് മുകളിൽ നിന്ന് നോക്കിയാലുള്ള നമ്മൾ ഐലൻഡ് വ്യൂ ആട്ടോ ഇത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഇതിലാണ് പോകുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഇരുന്നല്ല പോകുന്നത്, കിടന്ന് ഉറങ്ങിയിട്ടാണ് നമ്മൾ മലയിലേക്ക് പോകുന്നത്. പക്ഷെ നമ്മൾ ഇതിലേക്ക് കയറുമ്പം തന്നെ പലരും പല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ ബോട്ടിൽ പോലെ അതിലും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടായിരിക്കുന്നു. ഒന്നാമത് അതിൻ്റെ സൗണ്ട്, പിന്നെ അതിൻ്റെ ഒരു സ്മെല്ലുണ്ടാവും എന്ന് പറഞ്ഞു. അതായത് ഫിഷും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന വണ്ടിയൊക്കെ ആയതുകൊണ്ട് നല്ല സ്മെല്ലുണ്ടാവും. പിന്നെ ചൂട്, പിന്നെ നമ്മൾ നല്ല ബോറടി ആയിരിക്കും. കാരണം ഇത് മാലയിലേക്ക് എത്തുമ്പോൾ നമുക്ക് സാധാരണ ബോട്ടിലാണെങ്കിൽ നമ്മുടെ ഐലൻഡിൽ നിന്ന് മാലയിലേക്ക് ഏകദേശം 3.5-4 മണിക്കൂർ ബോട്ടിലിരുന്നാൽ മതി. പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ അതിൻ്റെ ഇരട്ടിയിലധികം ടൈം എടുക്കും. അതായത് ഏകദേശം 9 മണിക്കൂർ എടുത്തിട്ടാണ് നമ്മൾ മാലയിലെത്താൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ബോറടി ആയിരിക്കും. ഇതിൻ്റെ കുലുക്കം, ഛർദ്ദിക്കാൻ വരും, അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അതൊക്കെ കേട്ട് ആ ഒരു ഇതിലാട്ടോ ഇതിൻ്റെ അകത്ത് കയറിയത്. ഇതുണ്ട്, ഇതിൻ്റെ അകത്ത് നമ്മൾ വിരിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ കിടന്ന് പോയാൽ മതി നമുക്ക്. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മുടെ കൂടെ തന്നെ വേറെയും 2-3 ആൾക്കാരും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് വയസ്സായ 2-3 അമ്മമ്മമാരും കൂടി ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. നമുക്കിതിൻ്റെ അകത്ത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ എന്തൊക്കെ എടുക്കണം എന്നുള്ള വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു. നമ്മളെന്തായാലും അവിടെ കിടക്കുമ്പോൾ നമുക്കൊന്ന് വിരിക്കാനും ഒന്ന് പുതക്കാനും എന്ന് പറഞ്ഞിട്ട് 2 തുണി മാത്രമേ എടുത്തിട്ടുണ്ട്. അതായത് 2 ബെഡ്ഷീറ്റും മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവരൊക്കെ പായും തലേണിയും ഒക്കെ എടുത്തിട്ടാണ് വന്നത്. അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കുണ്ടായിരുന്നു. അതായത് കുറച്ച് കട്ടിയുള്ള സ്ഥലമായിരുന്നു. അപ്പം അതിൻ്റെ അകത്ത് തലേണിയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് വിരിക്കാണ്ട് കിടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം നമ്മൾ കൊണ്ടുവന്ന 2 ബെഡ്ഷീറ്റും അതായത് ഒന്നിച്ചിരി കട്ടിയുള്ളതായിരുന്നു, നമ്മളെ പുതപ്പായിരുന്നു. അപ്പം അതും നമ്മൾ നിലത്ത് വിരിച്ചിട്ടാട്ടോ നമ്മളവിടെ ഇരുന്നത്. പിന്നെ തലാണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് കിടക്കാൻ. പിന്നെ ഇത് ഫസ്റ്റ് ടൈം അല്ലേ, ഇനി അറിഞ്ഞു വന്നതല്ലേ ഉള്ളൂ. ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് സെറ്റാക്കാം. അപ്പം നമ്മൾ എന്തായാലും ഒരു റിസ്ക് എടുത്തിട്ടാട്ടോ വന്നേ. പലരും ഇതിന് നെഗറ്റീവ് പറഞ്ഞിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് വന്നത്. പക്ഷെ ചിലർ നല്ലതും പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രശ്നമില്ല, നമുക്കൊരു സുഖമായിട്ട് പോവാം, നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നമ്മൾ മലയിലെത്തും, ഒരു പ്രശ്നമില്ല. പിന്നെ നമുക്ക് നമ്മൾ ഈ കിടക്കുന്ന സ്ഥലത്ത് നമുക്ക് നിൽക്കാൻ പറ്റില്ല.
കാരണം അതിന് ഹൈറ്റ് കുറവാണ്. നമുക്കൊരു ഇരുന്ന് പോകാനുള്ള ഹൈറ്റേ ഉള്ളൂ. നമുക്ക് നിൽക്കണമെങ്കിൽ നമ്മളിങ്ങനെ കുനിഞ്ഞ് നിൽക്കേണ്ടി വരും. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് നിൽക്കണമെങ്കിൽ നമ്മൾ കുറച്ച് താഴോട്ട് ഇറങ്ങി മുന്നോട്ട് പോയി നിൽക്കണം, അല്ലെങ്കിൽ മുകളിൽ പോയി നിൽക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ ഇതിൻ്റെ അകത്ത് വന്ന് പെട്ടു. നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഈ ഒരു വണ്ടി മാത്രമേ നമുക്കിപ്പോഴും ഉള്ളൂ. അതെന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. എന്തായാലും നമ്മൾ ഇതിൽ കയറി വിരിച്ച് സെറ്റാക്കി നമ്മൾ പോവുകയാണ്. എന്തായാലും നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഈ ബോണസിൽ. അപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇത് ബോണസ് വിടുക കേട്ടോ വയലൻ്റിൽ നിന്ന്. പിന്നെ നമ്മളിനിയിപ്പം നാളെ രാവിലെ നോക്കിയാൽ മതി. 9 മണിക്കൂർ എന്തായാലും ഇതിൻ്റെ അകത്തുണ്ട്. ഇനി എങ്ങനെ നമ്മൾ ബോണസിൽ എത്തിപ്പെട്ടു എന്നുള്ള കഥ പറയാം അല്ലേ. അപ്പോൾ നമ്മൾ 1 മാസം മുന്നേ നമ്മൾ ബോട്ടൊക്കെ ബുക്ക് ചെയ്തതാണ് കേട്ടോ. ആക്ച്വലി ഇത് 3-ാം തീയതിയാണെന്ന് പറഞ്ഞില്ലേ, 4-ാം തീയതിക്കാണ് നമ്മൾ ബോട്ട് ബുക്ക് ചെയ്തത്. 4-ാം തീയതി ഉച്ചക്ക് ഒരു 12 മണിയോടെ, അതായത് 5-ാം തീയതിയാണ് എനിക്ക് മാലേന്ന് ഫ്ലൈറ്റ് ഉള്ളത്. സോ നമ്മൾ അതിൻ്റെ ഒരു തലേന്ന്, അതായത് നമുക്ക് ശരിക്കും നമ്മൾ ഫ്ലൈറ്റിൽ അന്ന് തന്നെ എപ്പോഴും നമ്മൾ മാലേന്ന് പോവാറില്ല. ഒന്നിക്കലും 1-2 ഡേ മുന്നേ നമ്മൾ ഇറങ്ങാറുള്ളൂ. കാരണം അതാണ് ഇവിടെ സേഫ്. അതായത് പെട്ടെന്ന് കടൽ എന്തെങ്കിലും നമുക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായാൽ, ബോട്ട് ക്യാൻസലായി പോയാൽ, അങ്ങനെ എന്തെങ്കിലും ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലൈറ്റ് മിസ്സാവും. അതുകൊണ്ട് തന്നെ നമ്മൾ 1-2 ഡേ മുന്നേ എപ്പോഴും നമ്മൾ ഐലൻഡിൽ നിന്ന് ഇറങ്ങും മാലയിലേക്ക്. കാരണം അതാണ് ഇവിടെ സേഫ്. അങ്ങനെ എപ്പോഴാണ് ബോട്ട് പണി മുടക്കുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് കടൽ നമുക്ക് പണി തരുന്നത് ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ഇറങ്ങിയതാട്ടോ. 4-ാം തീയതിയാണ് നമ്മൾ ബുക്ക് ചെയ്തത് ഉച്ചയ്ക്ക് 12 മണിയോടെ. അപ്പം നമ്മൾ അന്ന് വൈകുന്നേരം നമ്മൾ അവിടെ എത്തും. അന്ന് എന്തെങ്കിലും ഷോപ്പിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം. പിറ്റേന്ന് 12 മണിയോടെ നമുക്ക് ഫ്ലൈറ്റ്. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. 1 മാസം മുന്നേ നമ്മൾ ബുക്കും ചെയ്തു. പക്ഷേ നമ്മൾ 4-ാം തീയതി എന്ന് പറഞ്ഞ് ബുക്ക് ചെയ്തു. പക്ഷെ ബുക്ക് ചെയ്ത, അതായത് ബോട്ട് സർവീസിൻ്റെ ആൾക്കാർ അത് 5-ാം തീയതി എന്നുള്ളതാണ് എഴുതി വെച്ചത്. കാരണം അവർക്ക് 4-ാം തീയതി സർവീസ് ഇല്ല, ബോട്ട് സർവീസ് ഇല്ല, അന്ന് മാലയിലേക്ക് ബോട്ട് പോകുന്നില്ല. പക്ഷെ അവർ വിചാരിച്ച 5-ാം തീയതി, നമ്മൾ ബുക്ക് ചെയ്തത് 4-ാം തീയതി. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, 3-ാം തീയതി രാവിലെ തന്നെ, അതായത് നമ്മൾ ബുക്ക് ചെയ്ത് വെച്ചതേ ഉള്ളായിരുന്നുള്ളൂ, തലേന്നൊക്കെ നമുക്ക് ടിക്കറ്റ് കയ്യിൽ കിട്ടും. അപ്പം നമ്മൾ 3-ാം തീയതി രാവിലെ വിളിച്ചു. നമ്മൾ ടിക്കറ്റിന് വേണ്ടി നമ്മൾ ടിക്കറ്റ് അയച്ചു തരാൻ വേണ്ടി വിളിച്ചു. അപ്പം അവർ പറഞ്ഞു അതിന് 4-ാം തീയതി ബോട്ട് സർവീസ് ഇല്ലല്ലോ. നമ്മളാകെ പെട്ട്. കാരണം 4-ാം തീയതി ബോട്ട് കിട്ടിയില്ലെങ്കിൽ 5-ാം തീയതി ഫ്ലൈറ്റ് നമുക്ക് മിസ്സാവും. അപ്പം നമ്മൾ 3-ാം തീയതി രാവിലെയാണ് ഇത് വിളിക്കുന്നത്. അപ്പോൾ പറഞ്ഞു നാളെ ബോട്ട് സർവീസ് ഇല്ല, 5-ാം തീയതി മാത്രമേ ഉള്ളൂ. 5-ാം തീയതി നമുക്ക് പോയിട്ട് ഒരു കാര്യമില്ല. 5-ാം തീയതി നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്കും നമ്മളെ ഫ്ലൈറ്റ് മിസ്സായിപ്പോവും. പിന്നെ നമ്മൾ 4-ാം തീയതി രാവിലെ വേറൊരു ബോട്ടുകാരുണ്ടായിരുന്നു, അവരെ വിളിച്ചു ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അന്ന് 4-ാം തീയതി അവരുടെ ബോട്ട് ഓടുന്നില്ല. അങ്ങനെ 4-ാം തീയതി ബോട്ടേ ഇല്ല. നമ്മൾ ശരിക്കും പെട്ട്. അതായത് 5-ാം തീയതി നമുക്ക് ഫ്ലൈറ്റ് എങ്ങനെയും കിട്ടില്ല എന്നുള്ള അവസ്ഥയായി. അതായത് 4-ാം തീയതി ബോട്ട് ഓടുന്നില്ല, 5-ാം തീയതി നമുക്ക് രാവിലെ പോയാൽ 5-ാം തീയതി ഉച്ചയ്ക്കുള്ള ഫ്ലൈറ്റ് നമുക്ക് കിട്ടുമില്ല. നമുക്ക് രാവിലെ തന്നെ ചെക്ക് ഇൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ എന്തൊരു രക്ഷയില്ല എന്നുള്ള അവസ്ഥ ആയപ്പോഴാണ് ആരോ പറഞ്ഞത് നമ്മുടെ ഐലൻഡിൽ ബോണസ് വന്നിട്ടുണ്ട്. അതായത് 2 ദിവസമായിട്ട് ബോണസ് ഇവിടെ ഉണ്ട്, സാധനങ്ങളൊക്കെ ഇറക്കി ഇന്ന് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. അതായത് 3-ാം തീയതി നൈറ്റ് 10 മണിക്ക് അത് ഇറങ്ങും. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിച്ചു ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ശരിയാണ്, ഇന്ന് 10 മണിക്ക് പോകുന്നുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ അപ്പം തന്നെ ഇറങ്ങി. വേറെ ഓരോ ഓപ്ഷനും ഇല്ലായിരുന്നു നമുക്ക്. ഈ ഒരു നൈറ്റ് പോയിട്ടില്ലായിരുന്നെങ്കിൽ പിന്നെ നമുക്ക് 5-ാം തീയതി എങ്ങനെയും നമുക്ക് ഫ്ലൈറ്റ് കിട്ടില്ല, മിസ്സാവും. ഇതൊക്കെ ആട്ടോ മാൽദീവ്സിൽ നമ്മൾ പെട്ടാലുള്ള അവസ്ഥ. അതായത് നമ്മൾ വിചാരിക്കുന്നത് പോലെ നമുക്ക് എവിടെയും പോകാൻ പറ്റില്ല. ഒരു പെട്ടെന്നൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ചിലപ്പം ബോട്ടും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനത്തെയൊക്കെയാണ് അവസ്ഥ. ഈ ഒരു ബോണസ് ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഫ്ലൈറ്റ് കിട്ടില്ലായിരുന്നു. അതായത് നമുക്ക് എങ്ങനെയും നമുക്ക് അവിടെ എത്താൻ പറ്റില്ലായിരുന്നു. പിന്നെ നമ്മൾ ഫ്ലൈറ്റൊക്കെ പിടിച്ച് പോകണം. അതിന് ഇതിൻ്റെ 4 ഇരട്ടി പൈസയും കൊടുക്കേണ്ടി വരും. എന്തായാലും നമ്മൾ പേടിച്ച പോലെയൊന്നും അല്ലായിരുന്നു കേട്ടോ ബോണസ്. നമുക്ക് നല്ല കംഫർട്ടായിരുന്നു. അതായത് നമുക്കൊരു പ്രോബ്ലം ഇല്ലായിരുന്നു. സൗണ്ട് ഇച്ചിരി ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് സൗണ്ടൊന്നും ഒരു പ്രശ്നമല്ല. നമ്മൾ നന്നായിട്ട് ഉറങ്ങി. പിന്നെ ഞാൻ നേരത്തെ എഴുന്നേറ്റുണ്ടായിരുന്നു. ഇവർ പ്രയറിനൊക്കെ എഴുന്നേറ്റ ടൈമിൽ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെയും ഞാൻ കിടന്നുറങ്ങി. പിന്നെ ഒരു 6 മണിയൊക്കെ ആയപ്പോട്ട് അറിഞ്ഞത് അല്ലാതെ അവരവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ അകത്ത് കിച്ചണും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും. കാരണം ഇവിടെ വർക്കേഴ്സായിട്ട് തന്നെ 3-4 ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ആക്കുന്ന കൂട്ടത്തിൽ നമുക്കും ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും കേട്ടോ. പുറത്ത് നല്ല സീനറി ആയിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. എൻ്റെ ഫോണിൽ അതൊന്നും കിട്ടുന്നില്ലായിരുന്നു കേട്ടോ. ആ ഒരു കളറും ആ ഒരു രസം നമുക്ക് ഫോണിൽ വീഡിയോയിൽ കിട്ടുന്നില്ലായിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ സൂര്യനും അതിൻ്റെ ലൈറ്റും കടലിലേക്കുള്ള ലൈറ്റും ഒക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കുറേ നേരം ഞാൻ അവിടെ നോക്കിയിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ അകത്ത് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമെന്ന്. അപ്പം നമ്മൾ സാധാരണ ബോട്ടിലാണ് പോകുന്നതെങ്കിൽ 3-4 മണിക്കൂർ കൊണ്ട് നമ്മൾ അവിടെ എത്തും. നമുക്ക് അതിൻ്റെ അകത്ത് വേറെ ഫുഡും കാര്യങ്ങളൊന്നും കിട്ടില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും, നമുക്ക് കിടന്നു പോകാം. എനിക്കെല്ലാം കൊണ്ട് ഇത് ഭയങ്കര കംഫർട്ടായിട്ടാട്ടോ തോന്നിയത്.
നമുക്കൊരു പ്രശ്നമില്ലായിരുന്നു. ഇതിനങ്ങനെ സ്മെല്ലൊന്നും നമുക്ക് തോന്നിയിട്ടില്ലായിരുന്നു. പിന്നെ അങ്ങനെ വലിയ കുലുക്കും തോന്നില്ല. നമ്മളൊരു ട്രെയിനിൽ പോകുന്ന ഫീലായിരുന്നു കേട്ടോ ഇതിൻ്റെ അകത്ത്. അങ്ങനെ ആ ഒരു കുലുക്കം, അങ്ങനെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കുലുക്കമൊന്നും ഉണ്ടായിരുന്നില്ല. ചിലർക്ക് സൗണ്ടൊക്കെ പ്രശ്നമുള്ളവർക്ക് ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമുക്ക് അങ്ങനെ വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല ഇതിൻ്റെ സൗണ്ട്. നമ്മൾ നന്നായിട്ട് എന്തായാലും ഉറങ്ങി. നമ്മൾ സ്പീഡ് ബോട്ടിലാണെങ്കിൽ നമ്മൾ ഐലൻഡിൽ നിന്ന് മാലയിലേക്ക് നമുക്ക് 700 റുപ്യ കേട്ടോ ഫീസ്. ഒരാൾക്കുള്ള ചാർജ് 700 റുപ്യാണ്. പക്ഷെ ഇതിൻ്റെ അകത്ത് നമുക്ക് വെറും 250 റുപ്യേ ഉള്ളൂ. 250 റുപ്യ ഒരാൾക്ക്. അപ്പം നമുക്ക് എന്തുകൊണ്ടും നമുക്ക് പൈസ വെച്ച് നോക്കുമ്പോഴും നമുക്ക് ലാഭമായിരുന്നു. നമുക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയത് നമുക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയി. നമ്മൾ ബോണസിൽ കയറി. നമ്മളല്ലാണ്ട് നമ്മൾ ആ ഒരു ബോട്ട് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും ബോണസ് ട്രൈ ചെയ്യില്ലായിരുന്നു. അപ്പം നമുക്ക് അങ്ങനെ ഒരു അബദ്ധം, അങ്ങനെ ഒരു പറ്റിയതുകൊണ്ടാണ് നമ്മൾ ഈ ബോണസ് കയറിയതും നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടിയതും. അപ്പം എന്തുകൊണ്ടും നമുക്ക് ലാഭമേ ഉണ്ടായിരുന്നുള്ളൂ. നൈറ്റ് പിന്നെ ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. ഫുൾ ഇരുട്ടും കടലും മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് നന്നായിട്ട് ഉറങ്ങാം. പിന്നെ രാവിലെ ഇതിൻ്റെ അകത്ത് നല്ല രസമാണ്. അതായത് ആ കടലും ഇതൊക്കെ നല്ല ഭംഗിയിൽ കാണാം. കാരണം ഇത് മെല്ലെ സ്ലോ ആയിട്ടാണ് പോവുക. നമുക്ക് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് മുകളിലൊക്കെ പോയി നിൽക്കാൻ. ഇവിടെ വാഷ് ബേസിനും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ബ്രഷ് ചെയ്യാനും ഇവിടെ ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. പിന്നെ നമ്മൾ മുകളിൽ നല്ല രസമാണ് ഇതിൻ്റെ അകത്ത് മുകളിൽ പകൽ പോയി നിൽക്കാനൊക്കെ. അന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ന്യൂഡിൽസ്, ടിൻ ട്യൂണ മിക്സ് ചെയ്തിട്ടുള്ള ന്യൂഡിൽസ് ആട്ടോ. അതിൻ്റെ കൂടെ നമുക്ക് ഒരു സ്വീറ്റ് ഉണ്ടായിരുന്നേ. നമ്മുടെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ ഐലൻഡിലെ ഒരു അമ്മമ്മ. അവർ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്ന കേട്ടോ എല്ലാവർക്കും വേണ്ടിയിട്ട്. അപ്പോൾ അതും ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ കട്ടൻ ചായയും. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ചു. ബാക്കിൽ അവരും കഴിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കൂട്ടത്തിൽ തന്നെ. അപ്പം നമുക്ക് ഇനി മുകളിലേക്കൊന്ന് പോയി നോക്കിയാലോ? ഞാൻ കാണിച്ചു തരാം മുകളിലെ വ്യൂ ഒക്കെ എങ്ങനെയുണ്ടെന്ന്. അപ്പം ഇതാണ് മുകളിലെ സ്ഥലം. അവിടെയാണ് ഡ്രൈവറായിട്ടുള്ളത് കേട്ടോ. അപ്പം അതിൻ്റെ സൈഡിലൂടെ നമുക്ക് മുന്നോട്ട് പോയാൽ നമുക്ക് ഈ ഒരു ബോട്ടിൻ്റെ മുൻവശത്ത് പോയി നിൽക്കാം കേട്ടോ. നമ്മൾ പിന്നെ കുറേ നേരം അവിടെ പോയി ഇരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ ഈ സൈഡിലൂടെ പോയി കഴിഞ്ഞാൽ ആ ഡ്രൈവർ ഇരിക്കുന്നതിൻ്റെ മുന്നിൽ നമുക്ക് ഈ ബോട്ടിൻ്റെ മുൻവശത്ത് മുകളിൽ പോയി നിന്നാൽ എങ്ങനെയുണ്ടാവും, നമുക്ക് ആ വ്യൂ ഒക്കെ നല്ല ഭംഗിയായിട്ട് കാണാം. അതുപോലെ നമുക്ക് അതിൻ്റെ താഴെ ഇരിക്കാം കേട്ടോ. നമ്മൾ താഴെന്ന് സൈഡിലൂടെ പുറത്തോട്ട് ഇറങ്ങിയത് അവിടെ ആൾക്കാരുണ്ട്. അതിൻ്റെ വർക്കേഴ്സൊക്കെ അതിൻ്റെ മുന്നിലുണ്ട് കേട്ടോ. അതുപോലെ നമുക്ക് താഴെയും ഇരിക്കാം. അതുപോലെ മുന്നിൽ നിന്നും നമുക്ക് കാഴ്ച കാണാം കേട്ടോ. നമ്മൾ പിന്നെ കുറേ നേരം മുന്നിലാണ് നിന്നത്. മാലയിലെത്താനായി. മുകളിലൂടെ സീ പ്ലെയിനും അതുപോലെ ഫ്ലൈറ്റും ഒക്കെ പോകുന്നുണ്ട് കേട്ടോ. മുകളിലൂടെ മാലയിലെത്താനായി എന്നുള്ളതിൻ്റെ തെളിവാട്ടോ. അവിടെ എയർപോർട്ടിലേക്ക് പോകുന്ന വണ്ടികളൊക്കെ ഇനി നമുക്ക് കാണാൻ പറ്റും. നമ്മൾ 9 മണിക്കൂർ യാത്ര ചെയ്തു എന്നുള്ളൊരു ക്ഷീണവും നമുക്കില്ലായിരുന്നു. കാരണം നമ്മൾ നന്നായിട്ട് ഉറങ്ങി രാവിലെ ആകുമ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. അതുകൊണ്ട് തന്നെ വിശപ്പും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ഫ്രഷ് ആയിരുന്നു. നമുക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇതിൻ്റെ അകത്ത് യാത്ര ചെയ്തിട്ട്. ഈ സൈഡിലൂടെ ബോട്ട് പോകുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ നോക്കിയാൽ ഫ്ലൈറ്റ് പോകുന്നുണ്ട്. അങ്ങനെ ദൂരെ കാണുന്ന കേട്ടോ മാലേ ടൗണ്. അപ്പോൾ നമ്മൾ ഏകദേശം മാല എത്താറായി. പക്ഷെ എങ്കിലും നമ്മൾ ഈ വണ്ടിയിലായതുകൊണ്ട്, അതായത് ഈ ബോട്ടിലായതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ എത്താൻ ഏകദേശം ഒരു അരമണിക്കൂറിന് മുകളിൽ ഇനിയും ഉണ്ട്. അപ്പോൾ ഈ സൈഡിൽ ഞാൻ പറഞ്ഞില്ല ഫ്ലൈറ്റ് പോകുന്നതും ഒരുപാട് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ പോകുന്നത്. അപ്പോൾ അവിടെ ഇരുന്ന് നോക്കാൻ നല്ല രസമുണ്ടായിരുന്നു. കുറേ നേരം നമ്മളവിടെ നിന്ന് പിന്നെ നമ്മളവിടെ നിലത്തിരുന്നു കേട്ടോ. നമ്മൾ ഇരുന്നാണോ പിന്നെ ആ കാഴ്ച കണ്ടത്. ആ നടുവിൽ കാണുന്ന കണ്ടോ, അത് മാലയിലൊരു ഫേമസ് ആയിട്ടുള്ള പാലാണ്. അപ്പം മാലേ ടൗണിനെയും അതിൻ്റെ തൊട്ടിപ്പുറത്ത് ആ പാലത്തിൻ്റെ ഈ സൈഡ് മാല എയർപോർട്ടാണ്. അപ്പോൾ ഈ മാല എയർപോർട്ട് ഐലൻഡിനെയും ഈ മാല ഐലൻഡിനെയും ബന്ധിപ്പിക്കുന്ന പാലാട്ടോ അത് മാൽദീവ്സ് ചൈന സൗഹൃദത്തിൻ്റെ ഒരു പ്രതീകം കൂടിയാണ്. അതായത് ചൈനയുടെ സഹായത്തോടെ നിർമ്മിച്ച പാലാട്ടോ അത്. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞില്ലേ കുറേ നേരം അവിടെ നിന്ന് പിന്നെ നമ്മളവിടെ ഇരുന്ന് കാഴ്ച കാണാൻ തുടങ്ങി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവിടെ കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ നല്ല കാറ്റുണ്ടായിരുന്നു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കരമായിട്ട് വെയിലും കാര്യങ്ങളൊന്നും അടിക്കുന്നുണ്ടായിരുന്നില്ല അവിടെ. എന്നാൽ നമ്മൾ ഏകദേശം മാല ടൗണിൻ്റെ അടുക്ക് എത്താറായി. ആ പാലാട്ടോ ആ കാണുന്നത്. അപ്പം മുന്നിൽ ഇതാ റോഡ് ഗതാഗതം. ഈ സൈഡിലൂടെ നോക്കിയാൽ നമുക്ക് ബോട്ട് പോകുന്ന കാണാം. അതുപോലെ നമുക്ക് മുകളിലോട്ട് നോക്കുമ്പോഴോ ഫ്ലൈറ്റ് എല്ലാം ഒരു ഫ്രെയിമിൽ കാണാൻ പറ്റും കേട്ടോ. നമുക്ക് നല്ല രസമുള്ള കാഴ്ചയായിരുന്നേ. പിന്നെ മാൽദീവ്സിൽ ട്രെയിൻ ഇല്ല. അതുകൊണ്ട് തന്നെ അതിവിടെ കാണാൻ പറ്റില്ല. അതായത് റെയിൽ പാളവും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ഐലൻഡും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ആ ഒറ്റൊന്ന് മാത്രം ഇതിനകത്ത് മിസ്സിങ് ഉണ്ടാവും. അപ്പോൾ ഫ്ലൈറ്റ് ഉണ്ട്. മുന്നിലൂടെ പാലത്തിലൂടെ വണ്ടികൾ പോകുന്നുണ്ട്. റോഡ് ഗതാഗതമായി. പിന്നെ ഇപ്പുറത്തെ സൈഡിലൂടെ നോക്കിയാലും നമ്മൾ പോകുന്നതും ഒക്കെ ജലഗതാഗതം.
അങ്ങനെ എല്ലാം ഒരു ഫ്രെയിമിൽ കാണാൻ എന്ത് ഭംഗിയല്ലേ. ഇതാണ് മാൽദീവ്സിൻ്റെ കാണാനുള്ള ആ ഒരു ഭംഗി ഭയങ്കരമാണ്. ആ ഒരു കടലിൻ്റെ കളറും. ഇനിയിപ്പം മാലേ ടൗൺ, അതായത് മാലേ സിറ്റി കാണാനും നല്ല രസമാണ്. അവിടുത്തെ കെട്ടിടങ്ങളൊക്കെ അടുക്കി പറക്കി വെച്ച പോലെയുള്ള ആ കെട്ടിടങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇത് ആ സൈഡിലാണ് എയർപോർട്ട്, ഈ സൈഡിലാണ് മാലേ ടൗൺ വരുന്നത് കേട്ടോ. മാലേ ടൗൺ കണ്ടോ, എന്ത് ഭംഗിയാന്ന്. നല്ല രസമാണ് കേട്ടോ അവിടെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നീണ്ട 9 മണിക്കൂറത്തെ ബോണസ് യാത്ര ഇതേ ഇവിടെ അവസാനിക്കാൻ പോവാട്ടോ. നമ്മളിത് മാലയിലേക്ക് എത്തി, നമ്മളിതേ ബോട്ട് അടുപ്പിക്കാൻ പോവാട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ ബോണസ് ട്രിപ്പ്. അപ്പം എങ്ങനെയുണ്ട്?